ഓഷോ ഹിപ്നോസിസിനെ കുറിച്ച് ഒരു പരാമർശം നടത്തുന്നുണ്ട്. പല മിസ്റ്ററി സ്കൂൾസും ഇസോത്തെറിക്കാലുള്ള സ്കൂൾസും ഒക്കെ ഈ ഹിപ്നോസിസം അവർ ഉപയോഗിക്കാറുണ്ട് അവരുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അതിൽ ഗുരുക്കന്മാർ ശിഷ്യന്മാരെ ഹിപ്നോസിസിന് വിധേയമാക്കുകയും അങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ ധ്യാനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശിഷ്യനെ സഹായിക്കുകയും തോട്ടുകളെ ഇതിലൂടെ മാറ്റി നിർത്താൻ ചെറുത്തുകയും ചെയ്യുമെന്നൊക്കെ ഓഷോ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഗുരുക്കന്മാർ, അതായത് ബുദ്ധന്മാരായ ഗുരുക്കന്മാർ ശിഷ്യന്മാരെ, അതായത് അവരെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ധ്യാനത്തിലോ അല്ലെങ്കിൽ സാധനയിലോ ശ്രദ്ധിച്ച് പോകാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഹിപ്നോസിസുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് സാറിന് പരാമർശിക്കും. നമുക്ക് അടിസ്ഥാനപരമായി ബുദ്ധൻ എന്ന് പറയുന്ന നിർവചനം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു സംശയം ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ബുദ്ധൻ ഒരു സംഘാടകനല്ല, ഒരു പാർവത്യാരി പണിയുള്ള ആളല്ല ബുദ്ധൻ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ ചുറ്റും വരുന്ന ആൾക്കാരെ എല്ലാം എവിടെയെങ്കിലും എത്തിച്ചു കൊള്ളാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സങ്കേതത്തിൽ സ്ഥിരമായിട്ട് നിർത്തിക്കൊള്ളാമെന്നോ അല്ലെങ്കിൽ സാധനയുടെ ഒരു ഘട്ടത്തിൽ അവരെ സഹായിച്ച് മുകളിലോട്ട് കയറ്റാമോ എന്നൊക്കെ ഉള്ള ഒരു ബസ്സിലെ കിളിയുടെ ജോലിയൊന്നും ബുദ്ധനില്ല. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പണ്ടൊരു സംഭാഷണത്തിൽ ബുദ്ധൻ ഒരു ജൽസാക്കർ നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരു സംഭാഷണം നടന്നിട്ടുണ്ട്, താങ്കൾ ഓർക്കുന്നുണ്ടാവും. അത് ബുദ്ധൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. ബുദ്ധൻ സ്വയം അടിയറവ് വയ്ക്കുകയും ബുദ്ധനെ ഒരു ജൽസാക്കറിലെ നർത്തകിയെ ചൂഷണം ചെയ്യാൻ വരുന്ന ധനികന്മാരായ കാഴ്ചക്കാരെ പോലെ സാധകന്മാർ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും സത്യവുമാണ്. കാരണം ഒരു ഉപഭോക്തൃ സംസാരത്തോടുകൂടിയാണ് പലപ്പോഴും സാധകന്മാരും അന്വേഷകന്മാരും ആർത്തന്മാരും അർത്ഥാർത്ഥികളും ഒക്കെ തന്നെയും ജിജ്ഞാസുക്കളും എല്ലാം തന്നെയും ഒരു ബുദ്ധനെ സമീപിക്കുന്നത്. അവരെ ചുറ്റുകൂടും കൂടി നിന്ന് അവരുടെ നിന്നൊക്കെ എല്ലാം കിട്ടുന്നതൊക്കെ പിടിച്ച് പറിച്ചുകൊണ്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നിഷ്കരണം തള്ളുക എന്നുള്ളത് തന്നെ സ്വാഭാവികമായിട്ട് അത് പ്രകൃതിയുടെ നിയമമാണ്. അതിനകത്ത് ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ബുദ്ധന് വേണമെങ്കിൽ സ്വയം അവരിൽ നിന്നൊക്കെ സ്വയം വലിഞ്ഞ് ഒളിച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അവരെ വീണ്ടും ജനമധ്യത്തിലേക്ക് വലിച്ചെടുത്തുകൊണ്ടുവന്ന് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നേപ്പാളിലെ ഒരു ബാലകൻ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ദിവസങ്ങളൊന്നും അയാളുടെ മെഡിറ്റേഷൻ നിൽക്കുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം കൂടെ അതിൻ്റെ ചുറ്റും കമ്മിറ്റി ഓഫീസും സംവിധാനങ്ങളും ഉണ്ടാക്കി ബുദ്ധൻ്റെ ജന്മമാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയ്ക്കൊക്കെ കൊണ്ടുപോയി തുടങ്ങി. അദ്ദേഹത്തിനെ വളരെ ആരാധ്യതയോടുകൂടി കൊണ്ടുപോയി അവിടെ ഇവിടെ ഇരുത്തി അദ്ദേഹത്തിന് സംസാരിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എതിരാളികളും കൂടി അദ്ദേഹം അടുത്ത കാലത്ത് നിയമ നടപടി നേരിടുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ അദ്ദേഹം യഥാർത്ഥ ബുദ്ധനാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ തടമറയൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. കാരണം അദ്ദേഹം പുറത്തായാലും അകത്തായാലും ഒരേപോലെ തന്നെ ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്ന ആളല്ല. എന്തായാലും ഇപ്പോൾ അടുത്ത കാലത്ത് നേപ്പാളിൽ സന്ദർശിക്കാൻ പോയ ഒരാളോട് ഒരാൾ എന്നോട് ചോദിച്ചു, അവിടെ ഒരു സന്യാസി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും അദ്ദേഹം ഇങ്ങനെ ഒരാളാണ്. അദ്ദേഹം പക്ഷേ ഇപ്പം പുറത്തുണ്ടോ കാരാഗ്രഹത്തിലാണോ എന്ന് സംശയമുണ്ട് എന്ന് പറയുകയുണ്ടായി. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരുപാട് കേസുകൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ട് വെച്ചു. അദ്ദേഹം വളരെ നല്ലൊരു അഭ്യാസിയും കൂടെ ആയിരുന്നു എന്നുള്ളത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഈ സങ്കേതം ആക്രമിക്കാൻ വന്ന ആൾക്കാരെ അദ്ദേഹം നേരിട്ടത് വളരെ അത്ഭുതകരമായിട്ട്. ഈ ഇത്തരം മെഡിറ്റേഷനിൽ ഇതിലൊക്കെ മെൻ്റൽ ബ്ലോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ സാറ് നോക്കി മനസ്സിലാക്കിക്കോണം. അതൊക്കെ കൊണ്ട് ശാരീരികമായിട്ട് നേരിടണമെന്നൊന്നുമില്ല. എന്തായാലും അദ്ദേഹം അങ്ങനെ ഒതുക്കപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു സമയത്ത് നേപ്പാളിൽ നടക്കുന്ന വലിയ ഈ ബലിയെ സംബന്ധിച്ച ഒരു വിമർശനം നടത്തി. അതോടുകൂടി അവിടെ ഉള്ള യാഥാസ്ഥിതിക പണ്ഡിതന്മാർ അദ്ദേഹത്തിനെതിരെ തിരികെയായിരുന്നു. കുറേ ബുദ്ധ ഭിക്ഷുക്കളും സന്യാസിമാരും ഒക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എങ്കിൽ പോലും അത് പിന്നീട് എതിർപ്പായിട്ട് മാറിയെന്ന് മനസ്സിലായി. എന്തായാലും ആ ചരിത്രം നമുക്ക് ഫോളോ ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും നമുക്ക് മെനക്കെട്ടില്ല. അതുകൊണ്ട് അറിയില്ല, കൃത്യമായിട്ട് കഥ അറിയില്ല. അപ്പോൾ അദ്ദേഹം അകത്താണോ പുറത്താണോ എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വരുന്നതല്ല. അത്തരത്തിൽ ഒരു ബുദ്ധനെ, അദ്ദേഹം ബുദ്ധനാണെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു ബുദ്ധനെ ചൂഷണം ചെയ്യത്തക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഊർജം ലഭിക്കുകയും അത് അറിയാതെ കിട്ടുന്നൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജം ലഭിക്കുകയും ആ ഊർജ്ജത്തിൻ്റെ വികാര തള്ളിൽ അങ്ങ് വലുതായി കഴിയുമ്പോഴത്തേക്കും പിന്നെ
അവിടെ അധികം സ്വീകരിക്കാൻ പറ്റും. ഇപ്പോൾ എങ്ങനെയാണോ കൊളയട്ട നമ്മുടെ രക്തം സ്വീകരിച്ചിട്ട് അത് ബാക്കി സ്വീകരിക്കാൻ സ്ഥലമില്ലാതായി കഴിയുമ്പോൾ അതങ്ങ് വിടുന്നത്, അതുപോലെ ഈ ഊർജ്ജം സംഭരിച്ചവൻ അവിടെ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. ഇത് സ്വാഭാവികമായ പ്രകൃതി സഹജമായ പ്രക്രിയയാണ്. പിന്നെ വീണ്ടും അത് ശോഷിക്കുമ്പോൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ചില ബുദ്ധന്മാർ അവരെ അക്കോമഡേറ്റ് ചെയ്യും, ചില ബുദ്ധന്മാർ തിരിഞ്ഞു നോക്കാൻ സമ്മതിക്കില്ല. രാമകൃഷ്ണദേവൻ്റെ കൂടെ ഹൃദയൻ എന്ന് പറഞ്ഞൊരു അനന്തരവനുണ്ടായിരുന്നു. അദ്ദേഹം രാമകൃഷ്ണദേവനെ പല കാര്യത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരു ദിവസം ഞാൻ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞ് വിരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം പറഞ്ഞാൽ എന്താ പോകുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇതാ പോണു, അത് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം തോന്നി അയ്യോ അബദ്ധമായി പോയി. എല്ലാവരും കൂടെ വഴക്ക് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ രാമകൃഷ്ണദേവന് അദ്ദേഹത്തെ കണ്ടാൽ മനസ്സിലാവുന്ന പോലുമില്ല, ആരെന്ന് പോലും അറിയില്ല. ഇങ്ങനെ ഒരാളുണ്ടെന്നോ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാൻ വയ്യാത്ത കണ്ടീഷനിലായിപ്പോയി എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ. അവർ ഈ ശിഷ്യന്മാരെല്ലാം മോളിൽ കയറ്റി വിടാൻ വേണ്ടി ഏടിയും പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. അവനവൻ്റേതായ ഉത്തരേത് ആത്മനാത്മാനാംന ആത്മാനം അവസാദയെന്നാണ് ഗീതയിൽ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. എടാ അർജുന, നീ തന്നെ നന്നായിക്കൊണ്ടേ, എനിക്കൊന്നും പറയാനില്ല, എനിക്കിപ്പോൾ യുദ്ധം നടക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് നിൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അല്ലാതെ നിന്നെ നന്നാക്കാൻ വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട എന്നുള്ള സൂചന അതിനകത്തുണ്ട്. അതുകൊണ്ട് അവരവർ തന്നെയാണ് ഉദ്ധരിക്കപ്പെടേണ്ടത്, അത് വേറെ ആർക്കും ഉദ്ധരിക്കാൻ പറ്റില്ല എന്നുള്ളതും കൂടെ സൂചനയുണ്ട്. അങ്ങനെ ഒരു സത്യമായിട്ടിരിക്കെ സാറ് സൂചിപ്പിച്ച പോലെ, സാറ് ആലോചിച്ചതുപോലെ ഒരു ശിഷ്യനെ ഹിപ്നോസിസിലൂടെ നന്നാക്കിക്കൊണ്ടു പോകും ഒരു യഥാർത്ഥത്തിൽ ഒരു ഗുരു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊരു അസോൾട്ട് ഓൺ പ്രൈവസിയാണ്, പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. പ്രകൃതി നിയമങ്ങൾ എന്താണ്? ഒരുവൻ അവൻ്റെ കർമ്മം അനുസരിച്ച് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ്. അവൻ്റെ കർമ്മം അനുസരിച്ചല്ലേ അവൻ ചിന്തിക്കുള്ളൂ. ഒരു കാര്യം തോന്നണം എന്തുകൊണ്ട്? അവൻ്റെ കർമ്മം കൊണ്ട്. ഒരു കാര്യം പറയുന്നത് എന്തുകൊണ്ട്? അവൻ്റെ കർമ്മം കൊണ്ട്. ഒരു കാര്യം ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ്റെ കർമ്മം കൊണ്ട്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ വഴി തടയുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രയത്നമോ ഗുരുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ എന്ത് പറ്റുന്നു? അവനെ അവൻ്റേതായ വഴിയിൽ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആ കർമ്മം ഏറ്റെടുക്കുന്നതായിട്ട് വരും. അല്ലാതെ ഈ കർമ്മം എവിടെയെങ്കിലും പോയല്ലേക്കുള്ളൂ, കർമ്മത്തിന് സഞ്ചരിച്ചേക്കുള്ളൂ. അപ്പോൾ ഒരു സ്നേഹിക്കാനായിട്ട് വരുന്ന ഒരാൾ കുറച്ച് കഴിയുമ്പോൾ ഉപദ്രവത്തിലാകുന്നതിന് കാര്യം ആ കർമ്മത്തിൻ്റെ തിരിച്ച്, ആ നാണയത്തിൻ്റെ തിരിച്ച് മറ്റു വശം, രണ്ട് വശങ്ങളോടുകൂടി തന്നെ രാത്രിയും പകലും ഒരു ദിവസത്തിലുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തിക്ക് രണ്ട് വശങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരുവിധത്തിൻ്റെ നിതാന്തമായിരിക്കുന്ന ജാഗ്രതയിലൂടെയാണ് നല്ല വശം മാത്രം പുറത്ത് വരട്ടെ എന്ന് വിചാരിക്കുന്നത്. ആസുരികമായിരിക്കുന്ന പ്രവണത എല്ലാ വ്യക്തികളിലും ഉണ്ട്. എല്ലാ വ്യക്തികളിലും അഹങ്കാരമുണ്ട്, എല്ലാ വ്യക്തികളിലും ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന മനസാക്ഷിയുമുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇത് രണ്ടും മാറി മാറി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ്, അതിനെ നിയന്ത്രിക്കാനും ആവശ്യമുള്ളിടത്ത് ഏത് ഉപയോഗിക്കണം തീരുമാനിക്കാനും ഒക്കെ അവൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ചാലേ മനസ്സിലാവൂ. അപ്പോൾ അതിലൊന്നും തന്നെയും ഒരു ഗുരു ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. ഇനി അതിനെ സാറ് പറഞ്ഞ സങ്കേതമനുസരിച്ച് അതിനകത്തോട്ട് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഹിപ്നോസിസ് എന്ന് പറയുന്നത് നമ്മളൊരു മനഃപൂർവ്വമായിട്ടിരുന്നു കൊണ്ട് ഒരുവൻ്റെ മനസ്സിലങ്ങ് നിയന്ത്രിക്കുക, അതിനെ നന്നാക്കാം എന്നോ ചീത്താക്കാം എന്നോ വിചാരിക്കുന്നതാണ് സാറ് പറയുന്ന ഹിപ്നോസിസ്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. അഥവാ അത്തരത്തിലുള്ള മാനസിക നിയന്ത്രണം ഒരാൾ ചെയ്യുന്നെങ്കിൽ പോലും അത് വളരെ പരോക്ഷമായിട്ടും, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പാസീവായിട്ടുമാണ്. ഒരിക്കലും ആക്റ്റീവായിട്ടല്ല ഒരു വ്യക്തിയുടെ മനസ്സിനകത്തോട്ട് പ്രവേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് പ്രവേശിച്ച് ആ വ്യക്തിയെ തൻ്റെ ഗീതത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വയലൻസാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഗുരുക്കന്മാർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപകടവുമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്ക് മറിച്ച് അവർക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടെങ്കിൽ ആ ചാഞ്ചാട്ടത്തിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കത്തക്കവണ്ണം അതിൻ്റെ അനുസരിച്ച് അവരുടെ മനസ്സിലിരിപ്പ് ഇത്രയേ ഉള്ളൂ എന്നറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എൻ്റെ ഗുരുവൊക്കെ അത്തരത്തിലുള്ള രീതിയിലാണ്. ദത്താത്രേയ സമ്പ്രദായത്തിൽ തന്നെ അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ദത്താത്രേയൻ ആദ്യമായിട്ട് കാർത്തവീര്യാർജുനൻ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഒട്ടനവധി നർത്തകിമാരുമായിട്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ദത്താത്രേയൻ കാർത്തവീര്യാർജുനൻ കാണുന്നത്. അപ്പോൾ കാർത്തവീര്യാർജുനൻ അച്ഛൻ പറഞ്ഞു വിടുന്നതാണ്, രാജാവ് ദത്താത്രേയൻ്റെ അടുത്ത് പോയി അഭ്യസിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്.
അപ്പോൾ അവർ ഉറക്കമില്ലാതെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റുന്നു, കുറേ നാൾ ഇദ്ദേഹം കാത്തു നിൽക്കുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നൃത്തം അവസാനിപ്പിച്ച് ചോദിക്കുന്നത്, നീ ആരാണെന്ന് ചോദിക്കുന്നത്. ഞാൻ കാർത്തവീര്യാർജുനനാണ്, ഇന്നയാളുടെ മകനാണ്. ശരി, നീ എന്തിനു വന്നു? അച്ഛൻ പറഞ്ഞു നിൻ്റെ അങ്ങയോട് അഭ്യസിക്കണം, വിദ്യ അഭ്യസിക്കണം എന്ന് പറഞ്ഞു. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എനിക്കിങ്ങനെ ഈ പെൺപിള്ളേരുമായിട്ട് കളിക്കാനും ഡാൻസ് കളിക്കാനും അല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നീ കണ്ടില്ലേ, ഇത്രയും ദിവസമായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയല്ലേ എന്ന് ചോദിച്ചു. അതെങ്കിലും പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത് എന്ന് കാർത്തവീര്യാർജുനൻ പറയുകയും അങ്ങനെ ബുദ്ധൻ, ക്ഷമിക്കണം, പിന്നെ ദത്താത്രേയൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത്. കാർത്തവീര്യാർജുനൻ അതിനുശേഷം ഏറ്റവും കഴിവുള്ളൊരു മനുഷ്യനായിപ്പോയി. 1000 കൈകളാണ് അദ്ദേഹത്തിന് എന്താണ് സങ്കല്പം, അത്രയ്ക്ക് വലിയ കൈകളായിപ്പോയി. അപ്പം ഈ സമ്പ്രദായമാണ് ദത്ത സമ്പ്രദായം. ആ ദത്ത സമ്പ്രദായത്തിൽ പരമാവധി ഒരു പിന്നെ അനുവാചകനെ സംശയത്തിലേക്കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം അവന് ഒരു പടം കെട്ടിത്തൂക്കുന്നതിന് മുമ്പ് അത് അടിഞ്ഞിട്ടുണ്ടോ എന്ന് ആട്ടി നോക്കുന്ന പോലെ ഒരു ആട്ടി നോക്കൽ ആവശ്യമായിട്ട്, ആടി നിൽക്കുകയാണെങ്കിൽ 1-2 അടിയും കൂടെ കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരീക്ഷണം അവിടെ, അതിന് പരീക്ഷണം എന്നല്ല പറയുന്നത്, അവൻ്റെ ഉറപ്പാണ് പ്രധാനം. ഈ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ആർക്കാണ് ഗുണം? ഗുരുവിനാണ് ഗുണം. ഒരു കാര്യമില്ല, അവനവന് തന്നെ ഗുണം. അവനപ്പം റിസീവ് ചെയ്ത് തുടങ്ങുന്നു. അവൻ എന്താണ് ഗുരുവിൽ നിന്ന് കിട്ടേണ്ടത് അത് മൾട്ടിപ്പിളായിട്ട് കിട്ടിത്തുടങ്ങുന്നു. മറ്റേത് കുറച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്നവൻ കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ സ്വീകരിച്ചു തുടങ്ങുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് പരമാവധി പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നൊരു സാഹചര്യം ദത്ത സമ്പ്രദായത്തിലുണ്ട്. അതാണ് നമ്മുടെ എല്ലാം പരമ്പരകളിൽ അത്തരത്തിലുള്ള സംവിധാനം അവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇന്ന് രാവിലെയും വിഷ്ണു എന്നോട് ചോദിക്കുകയുണ്ടായി ഇതിനെ സംബന്ധിച്ച ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് ഒരു ഗുരുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ സമ്പ്രദായത്തിൽ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതോടുകൂടിയാണ് ഒരുവൻ്റെ വിശ്വാസം അളക്കപ്പെടുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞിട്ട് വിശ്വസിക്കുന്നതിലൊരു കാര്യമില്ല, അതിനൊരു ബലവുമില്ല. പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഞാൻ വിശ്വസിച്ചു, വലിയ കാര്യമാണ്, തീർന്നു, അതോടെ തീർന്നു. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പിന്നെ വിശ്വസിക്കാൻ ആർക്കും എന്ത് പാട്, എല്ലാവർക്കും വിശ്വസിച്ചൂടെ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഉദ്ദേശം. അപ്പോൾ ഒരിക്കലും ഹിപ്നോസിസ് ഉപയോഗിക്കുന്നില്ല. ഇനി സാറ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്ന് പിന്നെ പ്രക്രിയ ഒന്ന് നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഒരു മാനസികമായിരിക്കുന്ന തലത്തിൽ ഒരു പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ ഹിപ്നോസിസ് എന്ന് വിളിക്കാൻ പറ്റില്ല എന്നും കൂടി ഞാൻ പറയുന്നു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹിപ്നോസിസ് എന്ന് പറയുന്നത് വളരെ വോളണ്ടറി ആയിട്ട് നമുക്ക് തോന്നി നാം തീരുമാനിച്ച് ചെയ്യുന്നൊരു ആക്ടിവിറ്റി. അങ്ങനെയല്ല, ഇത് മനസ്സിൻ്റെ ഒരു ഏകീകരണം കൊണ്ട്, മനസ്സിൻ്റെ ഒരു ഏകത കൊണ്ട്, അല്ലെങ്കിൽ ഗുരുവും ശിഷ്യനും സമാന മനസ്കരായിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൻ്റെ തുല്യതയുള്ളതുകൊണ്ട് ഒക്കെ, ആ ബന്ധമുള്ളതുകൊണ്ട് ഒരുവൻ ചിന്തിക്കുന്ന മറ്റവനിലേക്ക് ബാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ മനഃപൂർവ്വം എഴുതുകൊണ്ട് അവനിങ്ങനെ ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, തീർച്ചയായിട്ടും താന്ത്രികന്മാരായിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരെയൊന്നും സാറ് ബുദ്ധന്മാരെന്ന് കൂട്ടരുത്, അത്രയേ ഉള്ളൂ. സാറ് ചോദിച്ച ബുദ്ധന്മാരുടെ കാര്യമാണ്, അല്ലാതെ ഈ ബോധകന്മാരുടെ കാര്യമല്ല സാർ ഉദ്ദേശിച്ചത്. ബുദ്ധന്മാരുടെ കാര്യത്തിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ബോധകന്മാരുടെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് സംഭവിക്കും എന്ന് മാത്രമല്ല, സാധാരണ നമ്മുടെ കണ്ടുവരുന്ന വ്യവഹാരത്തിലിരിക്കുന്ന ആചാര്യന്മാരെല്ലാം തന്നെയും ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള മാനസിക നിയന്ത്രണങ്ങൾ വരുത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാനസിക നിയന്ത്രണങ്ങൾ വരുത്തുന്നുണ്ട്. അത് ഹിംസാത്മകമായ ആക്ടിവിറ്റിയാണ്. കാരണം അവൻ്റെ യഥാർത്ഥത്തിലുള്ള കർമ്മ പദ്ധതിയെ തകർക്കുന്നു. കർമ്മ പദ്ധതിയെ പൂർണ്ണമായും പിന്നെ അനുസരിക്കാൻ, അതിനനുസരിച്ച് ജീവിക്കാൻ അവനെ സമ്മതിക്കാതിരിക്കുന്നു. അപ്പോൾ ജയകുമാർ സാറ് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഗുരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കാം. ഗുരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവനെ ബോധിപ്പിക്കുക എന്നുള്ള, മനസ്സിൽ ബോധിപ്പിക്കുക. പിന്നെ അബോധമായിട്ട് അവനെ ചെയ്യുന്നത്, അവനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അബദ്ധമുണ്ട്, അതിലൊന്നും പോയി ചാടരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ ആ ബോധനം വാക്കാലൊരു ബോധനമല്ലാതെ അവനെ അങ്ങനെയാണെങ്കിൽ ബോധകൻ്റെ ആവശ്യമേ, എന്നാൽ ബോധനം പ്രക്രിയയുടെ ആവശ്യം തന്നെ ഇല്ലല്ലോ. എല്ലാവരെയും മാനസികമായിട്ട് അങ്ങ് ഹിപ്നോസിസ് ചെയ്താൽ പോരെ. വലിയ ഒരു ജനക്കൂട്ടത്തിന് അങ്ങനെ മാസ് ഹിപ്നോസിസ് ചെയ്തുകൊണ്ട് എല്ലാവരും നന്നാവി എന്നങ്ങ് തീരുമാനിച്ചാൽ പോരെ. ഈ ബോധനത്തിൻ്റെ ആവശ്യമോ സംസാരത്തിൻ്റെ ആവശ്യമോ ഇല്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും അതിനെ ആ ടേമിൽ നമ്മൾ കാണാൻ പാടില്ല എന്നും കൂടെ വിചാരിക്കുന്നു. ഇനി ചില ആൾക്കാർ സാറ് പറഞ്ഞ പോലെ മനഃപൂർവ്വമായിട്ട് അനുവാചകരെ നിയന്ത്രിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഹിപ്നോസിസാണ്. അതൊക്കെ പ്രകൃതി പിന്നെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനൊക്കെ തിരിച്ചടി ഉണ്ടാകും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാത്തിനും തിരിച്ചടിയുണ്ട്. എന്നും കൂടെ പറഞ്ഞു വയ്ക്കാൻ താല്പര്യപ്പെടും.